ഹായ് ഫ്രണ്ട്സ്, US എന്തുകൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുന്നു? US പ്രസിഡന്റ് ട്രംപ് ജൂലൈ 30-ന് ഇന്ത്യയുടെ മേൽ 25% താരിഫ് ഏർപ്പെടുത്തി. പിന്നീട് ഇന്ത്യയെ ഡെഡ് എക്കണോമി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. ജൂലൈ 6-ന് തീരുവ 50% ഉയർത്തുന്നു. എന്താണ് കാരണം? യഥാർത്ഥ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതോ ട്രേഡ് ബാലൻസസോ ഒന്നുമല്ല. ഇന്ത്യ വളരെ വേഗത്തിൽ വളരുന്നു എന്നതാണ്. അതാണ് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത്. ഏകദേശം ഒരു നൂറ്റാണ്ടോളം സൂപ്പർ പവർ ആയിരുന്ന US-ന് ഇന്ത്യയുടെ ഉയർച്ച അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഇന്ത്യ ഇപ്പോൾ 4th എക്കണോമിയും അധികം താമസിയാതെ 3rd എക്കണോമി ആയി ഉയരുകയും ചെയ്യും. GDP മാത്രമല്ല അളവുകൾ. 140 കോടി ജനങ്ങൾ, അതിൽ കൂടുതലും 30 വയസ്സിൽ താഴെയുള്ള യൂത്ത്, ടെക്നോളജി നയിക്കുന്ന ഒരു പോപ്പുലേഷൻ, 117 കോടി സ്മാർട്ട് ഫോണുകൾ, 9,000 ലക്ഷം ഇന്റർനെറ്റ് യൂസേഴ്സ് ഉള്ള ഏറ്റവും വലിയ ഡെമോക്രസി. അതാണ് ഇന്ത്യ. ഇന്ത്യയുടെ സ്വന്തം ടെക്നോളജിയായ UPI പേയ്മെന്റ് സിസ്റ്റം വിസ കാർഡിനെയും മാസ്റ്റർ കാർഡിനെയും ഏറെ ദൂരം പിന്നിലാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യം മറ്റൊരു നാഴികക്കല്ലാണ്. ഗംഗാനിയാൻ എന്ന ഇന്ത്യയുടെ സ്പേസ് ഫ്ലൈറ്റ് 2026 സാഫല്യത്തിലെത്തും. സെമി കണ്ടക്ടേഴ്സ്, AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, പ്രതിരോധ ആയുധ നിർമ്മാണം, ഗ്രീൻ എനർജി എന്നീ മേഖലകളിൽ ഇന്ത്യ വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആപ്പിൾ, ടെസ്ല, ഗൂഗിൾ ഡാറ്റാ സെന്റേഴ്സ് എന്നിവയെല്ലാം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഒരു മാർക്കറ്റ് മാത്രമല്ല, നിർമ്മാണശാല കൂടിയായിരിക്കും. ഇന്ത്യ ഇപ്പോൾ US പറയുന്നത് ശ്രദ്ധിക്കുന്നു എങ്കിലും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള സ്വന്തമായ നെറ്റ്വർക്കുകൾ കണ്ടെത്തുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ഇന്ത്യ US, ഫ്രാൻസ്, ഇസ്രായേൽ, റഷ്യ, UK, ജപ്പാൻ എന്നിങ്ങനെ ഒട്ടേറെ രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കി. ഇന്ത്യക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രാജ്യങ്ങളുമായി നമുക്ക് പറ്റിയ ടേംസിൽ നമ്മൾ കരാറുകൾ ഉണ്ടാക്കും. നമ്മൾ ഫ്രാൻസിൽ നിന്ന് വെറുതെ ജെറ്റുകൾ വാങ്ങുകയല്ല, നിർമ്മാണ ടെക്നോളജി ഒന്നിച്ചു ഡെവലപ്പ് ചെയ്ത് നമ്മുടെ എഞ്ചിനീയേഴ്സിന് പരിശീലനം നൽകി നമ്മുടെ രാജ്യത്തു തന്നെ നിർമ്മിക്കുന്നു. ഡിഫൻസ് മേഖലയിൽ ഏറ്റവും വലിയ പങ്കാളിയാണ് ഇസ്രായേൽ. നമ്മൾ വെറുതെ ഇമ്പോർട്ട് ചെയ്യുകയല്ല, അവരുടെ ടെക്നോളജിയും കൂടി ഉപയോഗിച്ച് ഒന്നിച്ചു ഡെവലപ്പ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഡ്രോണുകൾ നിർമ്മിക്കുന്നു, ആയുധങ്ങൾ നിർമ്മിക്കുന്നു. HAL, അതായത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, അതുപോലെ DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നിവ ഇപ്പോൾ ഗവൺമെന്റ് ഡിഫൻസ് കമ്പനികൾ മാത്രമല്ല, ഗ്ലോബൽ ഡിഫൻസ് എക്സ്പോർട്ടേഴ്സ് ആയി വളർന്നിരിക്കുന്നു. ഇന്ത്യ, UAE, UK, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളുമായെല്ലാം വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, ഫാർമ, എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിൽ ആഫ്രിക്ക, സൗത്ത് ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നീ രാജ്യങ്ങളുമായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. ഇതൊരു വൈവിധ്യമാർന്ന ശൃംഖലയാണ്. ഇന്ത്യ പടിഞ്ഞാറൻ രാജ്യങ്ങളെ നിരാകരിക്കുന്നില്ല. ഇന്ത്യ US ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിസാർ ഒരു ഉദാഹരണമാണ്. അതോടൊപ്പം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു. ഇസ്രായേലുമായി സഹകരിച്ച് ഡ്രോണുകൾ ഉണ്ടാക്കുന്നു. ഫ്രാൻസുമായി സഹകരിച്ച് ജെറ്റുകൾ നിർമ്മിക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് കരാറുകൾ ഉണ്ടാക്കുന്നു. ഇത് തികച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. US ഏകപക്ഷീയമായി തീരുവകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ US കൈവയ്ക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിലാണ്. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല. കഴിഞ്ഞ സെഞ്ചുറിയിൽ US ആയിരുന്നു സൂപ്പർ പവർ. ഡോളർ വ്യാപാരം നിയന്ത്രിച്ചു.
സിലിക്കൺ വാലി കണ്ടുപിടുത്തങ്ങൾ നിയന്ത്രിച്ചു. ആരൊക്കെ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്ന് പെന്റഗൺ തീരുമാനിച്ചു. ആർക്കൊക്കെ എന്തൊക്കെ എപ്പോൾ ലഭ്യമാകുമെന്ന് US ഫോറിൻ പോളിസി നിശ്ചയിച്ചു. ഇതിന് കോട്ടങ്ങൾ സംഭവിക്കുന്നു. അത് ഉൾക്കൊള്ളുവാൻ ട്രംപിന് സാധിക്കുന്നില്ല. US തകർന്നു എന്നല്ല ഇതിനർത്ഥം. പക്ഷേ ഡിസിഷൻ മേക്കർ എന്ന പദവി US-ന് നഷ്ടപ്പെടുന്നു. ഇപ്പോഴും ഏറ്റവും വലിയ മിലിറ്ററി പവർ US തന്നെയാണ്. ഡോളർ തന്നെയാണ് ഡൊമിനേറ്റിംഗ് കറൻസി. പക്ഷേ ഇന്ത്യയും റഷ്യയും ഇപ്പോൾ റുപ്പി ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നു. UAE-യും ഇന്ത്യയും റുപ്പീസും ദിറവും ഉപയോഗിച്ച് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നു. ഇതിനർത്ഥം ഡോളർ തകർന്നു എന്നല്ല, പക്ഷേ രാജ്യങ്ങൾ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുന്നു. ഓൾട്ടർനേറ്റീവ്സ് എന്നാൽ ഇവിടെ ഇൻഡിപെൻഡൻസ് എന്നാണ് അർത്ഥം. ഇന്ത്യ ഉൾപ്പെട്ട ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ സ്വന്തം പേയ്മെന്റ് സിസ്റ്റവും എനർജി നെറ്റ്വർക്കും എന്തിന് ഡെവലപ്മെന്റ് ബാങ്കുകൾ വരെ ആലോചിക്കുന്നു. ഇന്ത്യ ആജ്ഞകൾ അനുസരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇന്ത്യയുടെ പാത ചർച്ചകളുടെയും സഹകരണത്തിൻ്റെയും പാതയാണ്. ഇന്ത്യ രാജ്യ താൽപ്പര്യങ്ങൾ വിട്ട് യാതൊന്നും ചെയ്യാൻ തയ്യാറുമല്ല. US-ന് പരിചയമില്ലാത്തതും ദഹിക്കാത്തതും ഇതാണ്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.